ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളത് പൊന്മുടിക്ക് പോവുകയാണ് കേട്ടോ. കണ്ട എൻ്റെ ചേട്ടൻ്റെ സന്തോഷം നോക്കൂ. ഞാൻ പറഞ്ഞില്ലേ, ചേട്ടൻ വീഡിയോയിൽ വരുന്നത് അപൂർവമായിട്ടാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആക്റ്റീവാണ്. എന്നെ കളിയാക്കുന്നതാണ്, വേറൊന്നുമല്ല. ഞങ്ങളത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പൊന്മുടിക്ക് പോവുകയാണ്. വിത്തൗട്ട് കുട്ടീസ്, കുഞ്ഞുങ്ങളില്ലാതെ. ഞങ്ങൾ മാത്രമല്ല, ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡ്, ചേട്ടൻ്റെ വൈഫ്, ഞങ്ങൾ ഇത്രയും പേരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. എൻ്റെ ചേട്ടന് ചായക്കട കണ്ട ചായ ചായ എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. പക്ഷേ ചായ കുടിക്കാൻ കയറിയ കടയിൽ ചായ ഇല്ലായിരുന്നു, പോസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്ലെക്സ് കണ്ട, ചായ കടി, ആ ഒരു ഫ്ലെക്സ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ വന്നത് ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഒരു ബുള്ളറ്റിൽ. അത് ചേച്ചിയുടെ ഹസ്ബൻഡുമാണ്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ചേട്ടൻ്റെ വൈഫും ഉണ്ട്. ചേട്ടൻ ഇപ്പം ഗൾഫിൽ നിന്ന് വന്നതാണ്. അങ്ങനെ കുറേ നാളുകൂടി ഞങ്ങൾ ട്രിപ്പ് പോവുകയാണ്. പക്ഷേ ഈ നട്ട പൊരി വെയിലത്ത് എന്തിനാണ് പോകുന്നതെന്ന് കേട്ടാൽ അറിയത്തില്ല. പക്ഷെ അങ്ങനെ ആ ഒരു സമയത്ത് ഇറങ്ങിയാൽ മാത്രം നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളായിരുന്നു. നമ്മൾ 2:15 ആയപ്പോഴത്തേക്കും ഇറങ്ങി. അങ്ങനെ ഞങ്ങളതേ അവിടെ എത്തി. നല്ല വെയിലായിരുന്നു. പിന്നെ എന്തിനാണ് ചായ കുടിക്കാൻ കയറി. ഞങ്ങൾ കയറിയപ്പോഴത്തേക്കും കഥ കടച്ചു. കാരണം 5:15 എല്ലാം ക്ലോസ് ചെയ്യും. കണ്ട പെണ്ണും ചെറുക്കനും വരുന്നത് പോലെ ചേട്ടൻ ചായയും കൊണ്ട് വന്നത്. അതായത് ലാസ്റ്റ് ബസ്സിനെന്തോ അവിടുത്തെ സ്റ്റാഫുകൾക്ക് പോകണം. അപ്പോൾ 5:15 അവരെല്ലാം ക്ലോസ് ചെയ്യും. നമുക്ക് എന്തായാലും തേയില കിട്ടി. തേയില നല്ല ചൂടാടായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇലയുടെ ഉണ്ടല്ലോ അത്. അങ്ങനെ ഞങ്ങളിതേ ബാത്റൂമിൻ്റെ സൈഡിൽ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കണം. എന്തിനാണ് അവിടെ നിന്നത് നമുക്കിപ്പോഴും പിടിയൊന്നുമില്ല. അപ്പം പറഞ്ഞു നമുക്ക് ഈ ബാത്റൂമിൻ്റെ സൈഡിൽ നിന്ന് അങ്ങോട്ട് മാറിയാലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് നടന്നു. മൊട്ടക്കുന്നെന്ന് പറഞ്ഞാൽ മൊട്ടക്കുന്ന്. എന്തിനാണ് പോയത്? പച്ചപ്പുമില്ല, ഒന്നുമില്ല. തീപ്പട്ടി വരച്ചിട്ട് ശ്രുന്നും പറഞ്ഞ് കത്തും. അങ്ങനെ അവിടുന്ന് സെക്യൂരിറ്റി ഗാർഡിന് വിസിലടിച്ച് സമയമായതുകൊണ്ട് എല്ലാവരെയും മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പോയ വണ്ടിയെ നമ്മളൊന്ന് ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ആരും കാണാതെ വന്നിരുന്നതാണ്. പക്ഷേ അവിടെ നമുക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും നമ്മളെ കാണാൻ കേട്ടോ. കാരണം കയറി ഇങ്ങ് ഉയരെയായിപ്പോയി. അവിടെ നിന്ന് ഞങ്ങളെ വിസിലടിച്ച ആ ഒരു അവിടുത്തെ ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് നമ്മളെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. എന്നെ കാണിക്കാതെ എന്ത് വ്ളോഗല്ലേ കണ്ടോ. ഞാൻ ചേട്ടൻ ചേച്ചിയെ കേട്ടത് പോകുന്നതിനുള്ള ഒരു പ്രാങ്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും ഉണ്ട് ചേട്ടാ എന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് സൂര്യാസ്തമയം അതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു. അങ്ങനെ നിന്നിട്ട് ഇതേ ഒരു പഴംപൊരി ചായ, അതൊരു വികാരമാണ്. അത് എല്ലാവരും കഴിച്ചു. അവിടെ ഇരുന്ന് 10 ഉടായ്പൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതേ രാത്രി പോവുകയാണ്. ഈ പോകുന്ന വണ്ടി എവിടെയൊക്കെ നിർത്തി ലൈറ്റ് ഓഫ് ചെയ്ത് ആസ്വദിച്ചൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വഴിയിൽ പോയപ്പം ശിവരാത്രി ദിവസമായിരുന്നു. അപ്പം എല്ലാ അമ്പലങ്ങളും ശിവരാത്രി ഉത്സവം നടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പോകുന്നിടത്ത് ലൈറ്റെല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് പോവാണ്. ഞാൻ പറഞ്ഞു ഇവരാരെയോ കണ്ടെവിടെ നല്ല പരിചയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞത്. ഞാൻ പോയി ലൈറ്റിൻ്റെ വീഡിയോ എടുത്തിട്ട് നിൽക്കുകയായിരുന്നു. എൻ്റെ ചേട്ടൻ എന്നെ കളിയാക്കി കൊന്നു. എവിടെ ലൈറ്റ് ആണല്ലോ ഉടനെ ഫോൺ പൊക്കി പിടിക്കുമെന്ന് പറഞ്ഞു. പപ്പുച്ചേട്ടൻ, അതായത് എൻ്റെ ചേട്ടൻ എന്ന് പറയുന്നത് ഒരു കളിയാക്കലിൻ്റെ ഉസ്താദായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ചേട്ടൻ കളിയാക്കി കിട്ടുന്ന ഒരു അവസരവും മുതലാക്കാറില്ല. ഇരുന്നങ്ങ് താറ്റും. നമ്മൾക്കത് താറ്റ് കേൾക്കാനൊരു യോഗമുള്ളത് കൊണ്ട് നമ്മളിരുന്നങ്ങ് കേൾക്കും. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു ഉത്സവത്തിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇത് കേരളത്തിലൊരു ഏറ്റവും വലിയ പള്ളിയാണ്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഈ പള്ളി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടനാണ് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ പള്ളിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ രാത്രി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ട്രിവാൻഡ്രത്തൊരു ക്ഷേത്രമാണ്. നമ്മളെ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ്റെയൊക്കെ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടുള്ളൊരു ശിവൻ്റെ ഒരു അമ്പലമാണ്. അവിടെയൊക്കെ ഉത്സവം ഞാൻ പറഞ്ഞില്ല, ശിവരാത്രി ഉത്സവം നടക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പറുദീസയിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളതേ പിന്നെ വാവൂട്ടിയിൽ ചെന്ന് അവിടുന്ന് പിക്ക് ചെയ്തുകൊണ്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.